നാടെങ്ങും ചൂടേറിയ തിരഞ്ഞെടുപ്പ് ചർച്ചകളാണ്. അത്തരത്തിൽ രസകരമായ ഒരു നാടൻ ചർച്ചകൾ നടക്കുന്ന പ്രധാന ഇടമാണ് കള്ള് ഷാപ്പുകൾ. തിരുവനന്തപുരം മുഞ്ചക്കരി ഷാപ്പിലെ നാടൻ കള്ളിനൊപ്പമുള്ള നാടൻ രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് ഇനി പോകുന്നത്. മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി ഇലക്ഷൻ ഇന്ത്യ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം വീണ്ടും കാണാം. തലസ്ഥാനത്തെത്തുന്നവരുടെ ഇഷ്ടകേന്ദ്രമാണ് വെള്ളായണിക്കായലും പുഞ്ചക്കരി ഷാപ്പും. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തതോടെ ഷാപ്പിലിപ്പോൾ നാടൻ കള്ള് മാത്രമല്ല, നല്ല നാടൻ രാഷ്ട്രീയ ചർച്ചകളുമുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾ എന്നത് കണ്ടുവരാം. അങ്ങനെ പുഞ്ചക്കരി ഷാപ്പിലെത്തിയിരിക്കുകയാണ്. ഷാപ്പിലെത്തുമ്പോൾ തന്നെ ഷാപ്പിൻ്റെ ആ ഒരു വൈബ് നമുക്ക് കേൾക്കാം. എല്ലാവരും കൂടെ പാട്ടുപാടി തകർക്കുകയാണ്. നമുക്ക് ഇവരോട് തന്നെ രാഷ്ട്രീയ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പാട്ടുപാടി തകർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഇവിടെ അടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരു ആവേശത്തിലാണ് ഞങ്ങളൊക്കെ എല്ലാവരും. പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. തിരുവനന്തപുരത്ത് പന്ന്യനെ ജയിക്കുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇവിടെ അഡ്രസ് ഇല്ലാതെ പോകും. അതോടൊപ്പം തന്നെ കേരളത്തിൽ നല്ലൊരു അല്ലെങ്കിൽ നല്ലൊരു സാധ്യത തന്നെയാണ് ഇടതു മുന്നണി കണക്ക് കൂട്ടുന്നത്. ഇത്തവണ അത് പ്രതീക്ഷിക്കാമല്ലേ? 10 സീറ്റ് കുറയാതെ കിട്ടും. 12 പ്രതീക്ഷ, 10 കിട്ടും. ഏതൊക്കെ ഈ മണ്ഡലങ്ങൾ? മണ്ഡലം പറയാൻ പറ്റില്ല, ഉറപ്പില്ല. നമ്മളാണ് അവിടെ ചെയ്യണമല്ലോ. നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കിട്ടും തിരുവനന്തപുരം, അത് ഉറപ്പ്. തിരുവനന്തപുരം മണ്ഡലം നോക്കുകയാണെങ്കിൽ 15 വർഷമായി തരൂർ തന്നെ മുന്നേറി പോവുകയാണ്. അപ്പോൾ ഈ ഒരു LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് നല്ലൊരു സാധ്യതയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തവണ അത് മാറ്റി അല്ലെങ്കിൽ ഒരു 2005 ചരിത്രം ഇത്തവണ കാണാമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? പന്ന്യൻ തരൂർ ജയിച്ചൊന്നും വേണ്ടി നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ, നമ്മളെ ഈ മണ്ഡലത്തിലൊന്നും വേണ്ടി ജയിച്ചിട്ടില്ല, വന്നിട്ടുമില്ല, കണ്ടിട്ടില്ല. ഇവിടെ ഒന്നും കണ്ടിട്ട് പോലുമില്ല. ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. തരൂരിനെ കണ്ടിട്ട് പോലുമില്ല ഇതുവരെ. രാജനെ കണ്ടോണ്ടാ? രാജനെ കണ്ടോണ്ടാ? 2 കോടീശ്വരന്മാരും ഒരു സാധാരണ പ്രവർത്തകനാണ് മത്സരിക്കുന്നത്. 2 കോടീശ്വരന്മാരുടെ നടുവിലാണ്. കോടീശ്വരൻ രാജീവ് ചന്ദ്രശേഖരൻ കോടീശ്വരൻ, ഭീമൻ കോർപ്പറേറ്റ്. അയാളുടെ ഇടയിലാണ് ഈ പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു സാധാരണ മനുഷ്യൻ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ NDA പറയുന്നത് 400 സീറ്റ് അവരിത്തവണ പിടിക്കുമെന്നാണ്. സാധ്യതയുണ്ടോ? അത് അവർക്ക് പറയാമല്ലോ, അവർക്ക് പറയാം. 400 NDA സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഇപ്പം തന്നെ നമ്മുടെ രാജ്യം ഇന്നുവരെ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ, കോൺഗ്രസിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം അവർ വിറ്റ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോർപ്പറേറ്റൊക്കെ വിറ്റ് നശിപ്പിക്കുകയാണ്. പിന്നെ കോവിഡ് കാലത്ത് പോലും അംബാനി അദാനി ഉയർന്നതല്ലാതെ താഴ്ന്നു വന്നില്ല. സാധാരണ ബിസിനസ്സുകാരെല്ലാം തകർന്ന് വന്നടിഞ്ഞു പോയി. അതുപോലെ അത് മാത്രമല്ല, നമ്മുടെ രാജ്യം അന്നത്തേക്കാൾ ഒരുപാട് പുറകിലോട്ടാണ് പോയത്. ഈ 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യം ഒരുപാട് പുറകിൽ പോയി മറ്റുള്ള രാജ്യങ്ങളെക്കാൾ. കേരളത്തിൽ അടിക്കടി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ 2 അക്ക അക്കൗണ്ട് തുറക്കുമെന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. എന്താണ് തോന്നുന്നത്? കേരളത്തിൽ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായപ്പോൾ പോലും പ്രധാനമന്ത്രിക്ക് ഇവിടെ തിരിഞ്ഞു നോക്കേണ്ട സമയം കിട്ടിയില്ല. പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആഴ്ചയിലൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ട്. ഈ കേരളത്തിൽ 2 അക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-0 അത്രേ ഉള്ളൂ. കേരളത്തിൽ അവർക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റാത്തവർ 7 നിയമസഭാ അടങ്ങുന്ന ഒരു ലോക്സഭാ സീറ്റിൽ എങ്ങനെ ജയിക്കും? പ്രതിപക്ഷത്തിന്റെ പോരായ്മകൾ. പ്രതിപക്ഷം ഉണ്ടാ കേന്ദ്രത്തിൽ? ഞാൻ കേട്ടിട്ടില്ല ഒന്നിനും എതിർക്കണത് അനുകൂലിക്കണത് ഞാൻ ഇതുവരെ കേട്ടില്ല വാർത്തയിലും ഒരു ചാനലിലും. പ്രധാനമന്ത്രി പറയണതിനെ എതിർക്കണതോ അനുകൂലിക്കണതായിട്ടോ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഞാൻ കേട്ടില്ല കേന്ദ്രത്തിൽ. പിന്നെ ഇവിടെ VD സതീശൻ മാത്രമുണ്ട്. ഞാൻ അറിയാമല്ലേ എന്തായിരുന്നു പണ്ട് ഇങ്ങനെ പോലെയാണ്. എല്ലാം ബഹിഷ്കരിക്കും. നല്ലതോ അതായത് കുറയണ മൊത്തം നമുക്കുള്ളതും കൂടണ മൊത്തം അവർക്കുള്ളത്. ഈ 19 MP-മാരല്ല, വാഴകളാണ് അവിടെ പോയത്. വാഴകൾ 19 വാഴകളാണ് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ഒരെണ്ണത്തിന് പോലും പാട്ടും പാടി ഒരാൾ പോയി. ആ പാട്ടും പാടി പോയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാട്ടും പാടി തിരിച്ചു വരും. അതുപോലെ
ഇത്തവണ പാട്ടും പാടി വീട്ടിലിരിക്കും. ഇവിടെ നിന്നും 19 MP നമ്മളിതുവരെ കേട്ടില്ല ഒരു MP-മാരോട് ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അതാ ഒരു കാര്യം പറഞ്ഞതാ ഒന്നും നമ്മൾ പോയല്ല, ചാനലിൽ പോലും പത്രത്തിൽ പോലും അല്ല ഇന്ന MP ഇന്നതിന് പ്രതികൂലിച്ചു അല്ല ഇത് ഒന്നും കേട്ടില്ല. മാത്രമല്ല നടപടിയായി അതുപോലെ ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കുന്നവരുടെയൊക്കെ വാമൂടി കെട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണല്ലോ പോകുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആണെങ്കിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നൊരവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയാണ് ഇത്തരം വാർത്തകളൊക്കെയും വന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയല്ലേ BJP-യുടെ? പിന്നെ സംശയമുണ്ടോ? തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. അതായത് BJP-ക്കെതിരെ സംസാരിക്കുന്നവരുടെ എല്ലാം ബാമ്പ് കൂടി കെട്ടുക, അതാണ് അവരുടെ ലക്ഷ്യം. ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും അതാണ് കാരണം. അതായത് അവർക്കെതിരെ നിൽക്കും എന്ന് തോന്നിയാൽ അവനെ ഉന്മൂലനം ചെയ്യും. എത്രയോ പത്രപ്രവർത്തകർ ഇവർ കൊന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകളൊക്കെയും കൊഴുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായി ജനങ്ങൾ നന്നായി ചിന്തിച്ച് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ പോവുകയുള്ളൂ എന്നാണ് വോട്ടർമാരുടെയും അഭിപ്രായം. ഇടതുപക്ഷത്തിന് വലിയൊരു സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായിരുന്നു പ്രതികരണം. പ്രമോദ് പന്നിയോടിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.